ആലഞ്ചേരി ടെസ്ല മൊബൈൽസിൽ സെക്കൻഡ് മൊബൈൽ ഫോൺ മേള. കേടായ മൊബൈൽ ഫോണുകൾ നൽകൂ, നേടൂ മൊബൈൽ ഫോൺ ആക്സസറീസ്. പുതിയ ഫോണുകൾക്ക് ആകർഷകമായ ഓഫർ. ഏവർക്കും ഓണാശംസകൾ. ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് അധികൃതരുടെ അവലോകന യോഗം ചേർന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് രാജിമോളുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ റവന്യൂ, പോലീസ്, ആരോഗ്യം, KSEB, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള വിവിധ തലങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. രൂക്ഷമാകുന്ന ഗതാഗത കുരുക്ക്, അനധികൃത പാർക്കിംഗ്, ഫുട്പാത്ത് കയ്യേറ്റം, വഴിയോര കച്ചവടം, ഹോട്ടലുകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിലെ ഗുണനിലവാര പരിശോധന, ലഹരി വിൽപ്പന, ഉപയോഗം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ യോഗത്തിൽ ഉയർന്നു വന്നു. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഓണം കഴിയുന്നതുവരെ പ്രത്യേക നടപടികൾ ഉണ്ടാകും. പാതയോരത്തെ പ്രത്യേകിച്ച് അഞ്ചൽ പട്ടണത്തിൽ അനധികൃത പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കും. സ്വകാര്യ ബസ്സുകൾ കൂടുതൽ സമയം RO ജംഗ്ഷനിൽ നിർത്തിയിട്ട് ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും ഒഴിവാക്കും. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുമതിയോടെ പോലീസിന്റെ കൂടി സഹകരണത്തോടെ അന്തിമ തീരുമാനം ഉടൻ സ്വീകരിക്കും. ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും ക്രമസമാധാന പരിപാലനത്തിനും പഞ്ചായത്തിനോടൊപ്പം പൂർണ്ണമായി സഹകരിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത അഞ്ചൽ SI അറിയിച്ചു. ഓണം വിൽപ്പനയ്ക്കായി വിവിധ ഇടങ്ങളിൽ നിന്നെത്തിക്കുന്ന ഭക്ഷ്യസാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുമെന്നും ഇതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കൂടി സഹായം തേടുമെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ യോഗത്തിൽ പറഞ്ഞു. വഴിയോര കച്ചവടം അഞ്ചൽ പട്ടണത്തിലെ വ്യാപാരികളെ വലിയ രീതിയിൽ ബാധിക്കുന്നുവെന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി ആവശ്യപ്പെട്ടു. ഒപ്പം ഓണം സീസണുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് അധികൃതരുടെ അനാവശ്യ പരിശോധന ഒഴിവാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വൈദ്യുതി തകരാർ പരമാവധി വേഗത്തിൽ പരിഹരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് KSEB അധികൃതരും ഉറപ്പു നൽകി. യോഗത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പഞ്ചായത്ത് സമിതിയിൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് രാജിമോൾ, സ്ഥിരസമിതി അധ്യക്ഷൻ ഹരിലാൽ എന്നിവർ യോഗത്തെ അറിയിച്ചു. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞായിരുന്നു. കൂടുതലും ഇപ്പോൾ കുളത്തൂപ്പുഴ ആ സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കോളേജ് ജംഗ്ഷൻ്റെ അപ്പുറത്തോട്ട് പാർക്ക് ചെയ്തിട്ട് ടൗണിലേക്ക് എത്തുന്ന ആ ഒരു രീതിയിലോട്ട് വരികയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ വാഹനങ്ങളുടെ ഒരു പാർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. RO ജംഗ്ഷൻ മുതൽ മുക്കട വരെ ആ ലെഫ്റ്റ് സൈഡ് പാർക്കിംഗ് ഒഴിവാക്കുകയും അതുപോലെ തന്നെ RO ജംഗ്ഷനിൽ നിന്ന് അർച്ചന ഹോട്ടലിലോട്ട് വരുന്ന ആ ഭാഗത്ത് വലത് സൈഡ് പാർക്കിംഗ് ഒഴിവാക്കുക. ഒരു സൈഡ് നമുക്ക് പാർക്കിംഗ് ചെയ്താലും ഒരു സൈഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് പരിധിവരെയൊക്കെ നമുക്ക് ഇത് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ത്രിവേണിയുടെ അവിടോട്ട് പോകുമ്പോഴും അത് ഇടത് സൈഡ് ഒഴിവാക്കിക്കൊണ്ട് വലത് സൈഡിലേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ആ ഒരു രീതി വന്നു കഴിഞ്ഞാൽ കൊള്ളാം. അതുപോലെ തന്നെ ഈ സെൻറ്റ് ജോർജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ ഈ യൂട്ടേൺ എടുത്ത് പോകുന്നത് അത് നമുക്ക് സെൻറ്റ് ജോർജിൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളിന് സെൻറ്റ് ജോൺസ് അപ്പോൾ അവിടെ നമുക്ക് പ്രിൻസിപ്പാളിന് ഒരു കത്ത് കൊടുക്കുന്ന രീതിയിലൂടെ വാഹനങ്ങൾ ഉള്ളിൽ കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് വരുന്ന രീതിക്കുള്ള സംവിധാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കത്ത് കൊടുക്കാം. നിലവിൽ തന്നെ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ട്രാഫിക് നിയന്ത്രണം നമ്മൾ നന്നായിട്ട് തന്നെ വരുത്താറുണ്ട്. അപ്പോൾ അതിനകത്തൊരു നിർദ്ദേശമായി സൂചിപ്പിക്കാനുള്ളത് RO ജംഗ്ഷൻ മുതൽ മുക്കട ജംഗ്ഷൻ വരെ ഇടത് സൈഡിലെ പാർക്കിംഗ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. നമ്മളിപ്പോൾ നമുക്ക് 2 വീലറുകാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പല സൈഡിൽ സ്വാഭാവികമായിട്ടും ആട്ടോ സ്റ്റാൻഡുണ്ട്, തൊട്ട് താഴോട്ട് കാർ സ്റ്റാൻഡുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ RO ജംഗ്ഷനിൽ നിന്നും പിന്നെ മുക്കട ജംഗ്ഷൻ വരെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള പാർക്കിംഗ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്ന നിലയിലേക്ക് ഒരു ആലോചന, ആ ഒരു നിലയിൽ നമുക്കൊന്ന് ആലോചിച്ചാൽ എങ്ങനെയുണ്ട് എന്നൊരു നിർദ്ദേശമാണ് ഇവിടെ ഏൽപ്പിക്കുന്നത്. പിന്നീട് RO ജംഗ്ഷൻ മുതൽ അർച്ചന ഹോട്ടൽ വരെ അർച്ചന അവിടം വരെ 2 സൈഡും 2 വീലറുകൾ കൊണ്ടുപോയി തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ആ ഒരു 2 സൈഡിലും പാർക്കിംഗ് കൂടി ഒന്ന് ക്രമീകരിച്ചാൽ നമുക്ക് കുറേയേറെ സൗകര്യം അവിടെ ഫലപ്രദമായിട്ട് കിട്ടും. അടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് സമിതി കൂടി നിർദ്ദേശങ്ങളിൽ പ്രായോഗികമായ കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് പഞ്ചായത്ത് അധികൃതരുടെ നീക്കം. നാട്ടുവാർത്ത, അഞ്ചൽ. ഓരോ വീടിനും ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ശരിയായ കൈകളിലെത്തുമ്പോൾ എന്നെ നിർമ്മിച്ചത് SR ബിൽഡേഴ്സ്. SR ബിൽഡേഴ്സ് വിശ്വാസത്തോടെ നിർമ്മിക്കാം. ട്രസ്റ്റ്, ക്വാളിറ്റി, കമ്മിറ്റ്മെന്റ്. SR ബിൽഡേഴ്സ്. Contact number 808-915-5055, 984-751-2906.